നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പെരിഞ്ഞനത്ത് പനി ബാധിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. പെരിഞ്ഞനം തോട്ടപ്പുറത്ത് ബാലന്റെ മകൻ 19 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് പനി ബാധിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. പെരിഞ്ഞനം തോട്ടപ്പുറത്ത് ബാലന്റെ മകൻ 19 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. വെമ്പലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI നേതാവുമാണ്. ഒരാഴ്ച മുൻപാണ് പ്രണവിന് പനി ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മെയ് 2-നും ഇതിനുശേഷവുമായി 2 തവണ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ഭേദമാകാത്തതിനെ തുടർന്ന് 6-ാം തീയതി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. NH അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിലാണ് NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കേരള വിഷനു പിന്നിൽ NH അൻവറിന്റെ ദീർഘവീക്ഷണമാണെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. ഇന്നും പത്രമാധ്യമങ്ങൾ ഡിജിറ്റലായി മാറുമ്പോൾ അവരുടെ ഒരു പ്രതിസന്ധി, മാധ്യമങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കിട്ടുന്നുണ്ട്, അത് പ്രസിദ്ധീകരിക്കുന്നു, അഡ്വർടൈസ്മെന്റ് റവന്യൂ വരുന്നു. നമുക്കറിയാം പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെന്റ് ആണ് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. കേരളത്തിൽ വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷനും അതിന് വലിയൊരു പങ്കുണ്ടെന്ന് പറയാം. ഇന്നത്തെ പ്രൊപ്പോർഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഗൗരിദാസന്മാർക്കൊക്കെ അറിയാമായിരിക്കും. എൻ്റെ അറിവിൽ അത് 60% അല്ലെങ്കിൽ 70% അഡ്വർടൈസിങ്, 30-40% സബ്സ്ക്രിപ്ഷൻ റവന്യൂ. അതായത് നമ്മൾ 5-10 റുപ്യ കൊടുക്കുന്നില്ല. അത് ഈ 2 വരേ ഉള്ളൂ. പിന്നെ അടുത്ത കാലത്ത് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം വന്നിട്ടുണ്ട്. അവരോരോ ലിറ്റ് ഫെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ സ്റ്റാർ ഷോ നടത്തും. അങ്ങനെ അതിൽ നിന്നും ഒരുപാട് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് കംസ്. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, കെൽട്രോൺ മുൻ CGM KV അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സമഗ്ര സംഭാവന പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ്, കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി AP, മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ്, മികച്ച അവതാരകനായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപാഹരി, പ്രത്യേക പരാമർശത്തിന് അർഹനായ UCV ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ട്രഷറർ K. വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗൗരിദാസൻ നായർ, VPS ലേക്ക് ഷോർ MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, COA ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ എന്നിവർ സംസാരിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദി അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. സുരക്ഷിത സ്ഥാനങ്ങൾ, പാതകൾ, അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്.
ദുരന്ത സാഹചര്യങ്ങളിൽ തീപിടുത്തം നിയന്ത്രണം വിധേയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഏകോപനം, പ്രശ്നബാധിത കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും ആവശ്യമായ തിരച്ചിൽ രക്ഷാപ്രവർത്തനം, തകർന്ന കെട്ടിടങ്ങളിൽ നിന്നും പരിക്കേറ്റവരെ ഒഴിപ്പിക്കാനാവശ്യമായ സാധന സംവിധാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ, വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കൽ, കൂടുതൽ ആളുകൾക്ക് അപകടം നടന്നാൽ സംഭവസ്ഥലത്ത് തന്നെ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കൽ, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ സുരക്ഷിത സ്ഥാനങ്ങൾ, പാതകൾ, അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്ത് നടത്തിയ മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്. സ്ഫോടനം പോലെയുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനവും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതുമായിരുന്നു ഗുരുവായൂർ അമ്പല പരിസരത്ത് മോക്ക് ഡ്രില്ലായി അവതരിപ്പിച്ചത്. അപകടമുണ്ടാകുമ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ടി.എം. നാസർ, സി.എസ്. രവീന്ദ്രൻ, സി.സി. ബാബുരാജ്, പി.എം.എ. ജബ്ബാർ, സജയ് വൈനപ്പിള്ളി, മണി കാവുങ്ങൽ, ഷീല വിശ്വംഭരൻ, പി.എ. അഫ്സൽ, പി.എ. നജ്മുദ്ദീൻ, ടി.എസ്. ശശി, സുരേഷ് കൊച്ചുവീട്ടിൽ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, വി.എസ്. ജിനേഷ് എന്നിവർ സംസാരിച്ചു. 7 ദിവസം നീണ്ടുനിന്ന പോഴങ്കാവ് ഫെസ്റ്റ് സമാപിച്ചു. പിന്നണി ഗായിക ദുർഗ വിശ്വനാഥിന്റെ ഗാനമേളയോടുകൂടിയാണ് ഫെസ്റ്റ് സമാപിച്ചത്. നിരവധി സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുട്ടികൾക്കുള്ള റൈഡുകൾ തുടങ്ങി നിരവധി ഉല്ലാസപ്രദമായ പരിപാടികളുണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. മോഹനൻ, വാർഡ് മെമ്പർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. പഹൽഗാമിൽ പൊലിഞ്ഞ ഭാരതീയന്റെ ചോരയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ.ആർ. ജിതേഷ് അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി, കെ.ആർ. വിദ്യാസാഗർ, പി.എസ്. അനിൽകുമാർ, ടി.എസ്. സജീവൻ, ടി.ജെ. ജെമി, വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് പനി ബാധിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. പെരിഞ്ഞനം തോട്ടപ്പുറത്ത് ബാലന്റെ മകൻ 19 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.